ഹായ്, ദ്രുദ്ര ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാവരും തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഹരീഷേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. അച്ഛൻ്റെ ഫ്രണ്ടാട്ടോ ഹരീഷേട്ടൻ. അച്ഛനും അമ്മയും മക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഏട്ടൻ ഞങ്ങളെ കൂടെ പോകുന്നില്ല കേട്ടോ. ഏട്ടന് കുറച്ച് പരിപാടികളുണ്ട്, അപ്പം ഏട്ടൻ വന്നിട്ടില്ല. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. കുറച്ച് ദൂരം അങ്ങ് പോയപ്പോഴാണ് അച്ഛൻ്റെ ഫോൺ എടുത്തിട്ടില്ല എന്നുള്ള സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏട്ടനെ വിളിച്ച് ഫോൺ വീട്ടിൽ നിന്ന് എടുത്തു തരാൻ പറഞ്ഞ് അങ്ങനെ ഏട്ടൻ ഫോൺ കൊണ്ടു തന്നതാട്ടോ. അപ്പോൾ ദ്രൗനി ഇങ്ങനെ ഏട്ടനെ നോക്കി നിൽക്കുകയാണ്. അച്ഛൻ പോരാത്തതിനുള്ള ചെറിയൊരു സങ്കടം അവൾക്കുണ്ട്. പക്ഷേ കുറച്ച് തിരക്കുകൾ കാരണം ഏട്ടന് വരാൻ പറ്റിയില്ല. ഇനി നെക്സ്റ്റ് ടൈം നോക്കാമെന്ന് പറഞ്ഞു. മക്കൾക്ക് ഹരീഷേട്ടൻ്റെ മക്കളെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കൂട്ടാണ് അവർ. നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട്. ഒരു തൊട്ടാൽ വാടിക്കാരുള്ള പാവാടക്കാരി തുണിയിലക്കര പോകാൻ എത്തിടാമോ പെണ്ണെ, ചിരിയും ചിരിയ പെണ്ണെ, ചിരിയും ചിലങ്ക കെട്ടിയ പെണ്ണെ, തുണിയിലക്കര പോകാൻ പിന്നെ കാണാതിരുന്നാൽ മടിച്ചു നിൽക്കും തോണി, പിന്നെ കണ്ടാൽ മയങ്ങി നിൽക്കും തോണി, പിന്നെ കാണാതിരുന്നാൽ മടിച്ചു നിൽക്കും തോണി. അവളുടെ പാട്ടിൽ ലയിച്ചിരുന്നത് കാരണം കുറച്ച് സമയം എങ്ങനെ പോയിന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പെട്ടെന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് മെഡിക്കൽ കോളേജിൽ എത്തി എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത്. പോകുന്ന വഴി നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ഒടുവിലതാ ഹരീഷേട്ടൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞു. ഇതാണ് കേട്ടോ ഹരീഷേട്ടൻ്റെ വീട്. ഞങ്ങൾ വന്നപ്പോൾ മോള് മുറ്റത്തുനിന്ന് കളിക്കുന്നുണ്ടായിരുന്നു, മകന് അകത്തായിരുന്നു. അപ്പം മകൻ്റെ അടുത്തേക്ക് മക്കൾ മണ്ടാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ചിത്രങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അന്ന് കയറിയപ്പോൾ പിന്നെ കുറേ ഫോട്ടോസൊക്കെ ഇവിടെ അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം എല്ലാ നടന്മാരും ഉണ്ട് കേട്ടോ. ഇത് സന്ധ്യേച്ചിൻ്റെ ഐഡിയ ആണെന്നാണ് പറഞ്ഞത്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഉള്ളിൽ കയറിയാൽ തന്നെ നമ്മളെ കണ്ണിൽ ഉടക്കുന്നൊരു സംഭവമാണത്. അത്രയും മനോഹരമായിട്ടുണ്ട് കേട്ടോ ഈ ഫ്രെയിമുകൾ. നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. പിന്നെ അതാ ഈ ബുദ്ധൻ്റെ ഒരു ഫോട്ടോ ആണ്. ഭയങ്കര പീസ്ഫുള്ളാട്ടോ. അങ്ങനെ ഞങ്ങൾ ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മക്കൾ മോൻ്റെ കൂടെ ടേബിൾ ഓരോന്നിങ്ങനെ കളിക്കുകയാണ്. അപ്പം അത്യാവശ്യം നല്ല അടിപൊളി വീടാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേക തരം ടൈൽസുകളൊക്കെയാണ്. പിന്നെ ഒരു കൊച്ചു പൂജാമുറിയൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ഈ ചിത്രത്തോട് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നി കേട്ടോ. വന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ കണ്ണ് ഇതിലേക്കാണ് പോയത്. നല്ല വീട് കേട്ടോ. ഒരു പഴമയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ളൊരു വീടാണ്. ദ്രൗനിയൊക്കെ മുറ്റത്ത് തന്നെയാണ്, നല്ല കളിയിലാണ് ആൾ. അപ്പോൾ എന്നോട് എന്തോ ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഹരീഷേൻ്റെ മോളെന്തോ മുട്ടായിയൊക്കെ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അതൊക്കെ വന്ന് പറയുകയാണ് എന്നോട്. അങ്ങനെ കളിക്കുകയാണ്. അവളെ കളിപ്പാട്ടം കൊടുത്തതാണ്, മോളെ കളിപ്പാട്ടം. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അവളോട് പറയുകയാണിത് ഇങ്ങനെയാണ് ചെയ്യാന്നൊക്കെ. അങ്ങനെ അവരെല്ലാവരും കൂടെ ഓടി കളിക്കുകയൊക്കെയാണ് മുറ്റത്തുനിന്ന്. പിന്നെ ഞങ്ങൾ അവിടുന്ന് സിനിമയൊക്കെ കണ്ട്. ആവേശ സിനിമ, അവിടെ പ്രൊജക്ടറാണ്, വലിയ സ്ക്രീനാണ്. നമ്മൾ തിയേറ്ററിലൊക്കെ പോയി കാണും പോലുള്ള വലിയ സ്ക്രീനാണ്. അപ്പോൾ അവിടുന്ന് ആവേശ സിനിമയൊക്കെ കാണുകയാണ്. അങ്ങനെ കണ്ടിരുന്ന സമയം പോയത് അറിഞ്ഞില്ല, രാത്രിയായി. പിന്നെ അവർ രാത്രിയും കളിക്കുക തന്നെയാണ് കേട്ടോ. മുറ്റത്തുനിന്ന് പോകുന്നില്ല. നല്ല കളിയിലാണ് എല്ലാവരും കൂടെ. ദ്രൗനിക പുതിയതായിട്ട് കണ്ടുപിടിച്ച കളിയാണ്. അവളെ ഡ്രസ്സിൻ്റെ വാല അയച്ചു വിട്ടിട്ട് മോളെ കൊണ്ട് പിടിപ്പിച്ചിട്ട് ഓടുകയാണ്. മുന്നിൽ ഏട്ടന്മാരെ സൈക്കിളും. അവൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു കളിയാണ് കേട്ടോ അത്. അങ്ങനെ പിന്നെ എനിക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നിയതാണ് കൈ കഴുകുന്ന വാഷ് ബേസിനാണ്. ഉരുളി രൂപത്തിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞങ്ങൾ രാത്രി പോരാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു സെൽഫിയൊക്കെ എടുത്തു. സന്ധ്യേച്ചിക്ക് ആയാലും ഹരീഷേട്ടനായാലും നല്ല പെരുമാറ്റം കേട്ടോ. പിന്നെ സന്ധ്യേച്ചീൻ്റെ ഏച്ചി ഉണ്ടായിരുന്നു, ഏച്ചിക്ക് നല്ല പെരുമാറ്റമാണ്. വീടിൻ്റെ രാത്രി വ്യൂ കേട്ടോ അത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.